السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وحده لا نبي بعده والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. വളരെ പ്രധാനപ്പെട്ട വളരെ മഹത്തായ ഒരു ദിക്റിനെ കുറിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ദിക്റിലൂടെയാണല്ലോ നമുക്കെല്ലാം ലഭിക്കുന്നത്. സ്ഥിരമായി കൊണ്ട് ദിക്ർ ചൊല്ലാൻ ഒരാൾക്ക് സാധിച്ചാൽ അൽഹംദുലില്ലാഹ് അത് വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് മഹത്വമുള്ള ദിക്റുകളുണ്ട്. കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമുക്ക് പലപ്പോഴും അത് ചെല്ലുന്നവർ തന്നെയായിരിക്കും. കൂടുതലും ആളുകൾ ആ ദിക്ർ പതിവാക്കുന്നവരാണ്. ഏതായാലും ആ ദിക്റിനെ കുറിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബീ മൂസ റളിയല്ലാഹു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു. അബൂ മൂസ എന്ന് പറയുന്ന ആ വ്യക്തിയോട്, സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്ർ നീ പറയണം, നീ ചൊല്ലണം. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്നഹ്. ആ ദിക്ർ സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. അപ്പൊ സ്വർഗത്തിലെ നിധികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മുത്തുനബി തങ്ങൾ അസ്ഹാബിയോട് പറയാണ്, അലാ അദുല്ലുക അലാ ബാബി മിൻ അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നിന്നുള്ള ചില കവാടം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ആ സ്വഹാബി ചോദിച്ചു, വമാ ഹുവ, എന്താണ് നബി അത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് സ്വർഗത്തിലെ കവാടം എന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, കാന ദവാഅൻ മിൻ 99 ദാഅൻ, 99 രോഗങ്ങൾക്ക് അത് മരുന്നാണ്. 99 രോഗങ്ങൾക്കുള്ള മറുമരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ആ ദിക്ർ. നമുക്ക് ഈ രോഗങ്ങളെ കൊണ്ടും മറ്റു പ്രയാസങ്ങളെ കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവരാണല്ലേ. എന്നാൽ ആ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ദിക്ർ ചൊല്ലുക. അതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. മാത്രമല്ല ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, ഐസറുഹാൽ ഹമ്മ്, ആ 99 രോഗങ്ങൾക്ക് മരുന്നാണ് അല്ലെ. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗം, 99 രോഗങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗം അൽ ഹമ്മ്, അത് ടെൻഷനാണ്, മാനസികമായ പ്രയാസമാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ വലിയൊരു പ്രയാസമാണ് അല്ലെ, ചില ആളുകളുടെ മാനസികമായ പ്രയാസങ്ങൾ, ടെൻഷൻ, വിഷമം. കാരണം എന്തൊന്നും അറിയില്ല, എന്നാലും മനസ്സിന് സന്തോഷമില്ലാതിരിക്കുക. അപ്പോൾ അതിൽ 99 രോഗങ്ങൾക്ക് മരുന്നാണ് ഈ ദിക്ർ. അതിൽപ്പെട്ട ഏറ്റവും ചെറിയ രോഗം ടെൻഷനാണ്, ഹമ്മാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹബീബായ തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര പോയ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി ചോദിച്ചു, മൻ മഅക യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, നിങ്ങളെ കൂടെ ആരാണുള്ളത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, ഹാദാ മുഹമ്മദ്, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫഖാല ലഹു ഇബ്രാഹിം അലൈഹി സലാം, യാ മുഹമ്മദ് മുർ ഉമ്മതക്, നബിയെ, നിങ്ങളുടെ ഉമ്മത്തിനോട് നിങ്ങൾ കൽപ്പിക്കണം, നിങ്ങൾ പറയണം, ഫൽയുക്സിറു മിൻ ഖിറാസിൽ ജന്ന, സ്വർഗ്ഗത്തിലുള്ള ചെടി ധാരാളം ചെല്ലാൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമൂഹത്തിനോട് നിങ്ങൾ പറയണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വമാ ഖിറാസുൽ ജന്ന, എന്താണ് സ്വർഗ്ഗത്തിലുള്ള നിധി, എന്താണ്? അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ മഹത്വമുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്ന് പറയുന്ന ദിക്ർ. നമുക്കറിയാം, ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഹയ്യാല
അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയലെന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അല്ലേ? എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല, ഒന്നിനും എനിക്ക് കഴിയില്ല, അള്ളാഹുവിന്റെ ഹൗലും അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടുമല്ലാതെ എനിക്കൊന്നിനും കഴിയുകയില്ല എന്നുള്ള അർത്ഥമാണല്ലോ അതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിക്റിനെ കുറിച്ചുകൊണ്ട് ഏതാനും ചില വരികൾ ബഹുമാനപ്പെട്ട തേവാ ഉസ്താദ് അവിടെ നമുക്ക് പറഞ്ഞു തന്ന അവിടുത്തെ കിതാബിലുള്ള ആ ദിക്റിനെ കുറിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞു തന്നിട്ടുള്ള ഏതാനും ചില വരികൾ നമുക്കൊന്ന് പാടാം. ദാരിദ്ര്യരോഗം ഏറ്റവും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ, ഇതിനുള്ള രുചിയും തിന്നു തന്നറിയേണ്ടതാ. ദാരിദ്ര്യ രോഗം അത് വല്ലാത്തൊരു രോഗമാണ്. ദാരിദ്ര്യത്തിന് തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ സഹോദരങ്ങളെ. ആ ദാരിദ്ര്യ രോഗം വരാതിരിക്കാൻ, നമുക്ക് ഐശ്വര്യം കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ, അത് അതിശയോക്തിയിൽ പെട്ടതല്ലെന്നുള്ളതാ. ഇതുപോലെ മിസ്ബാഹുൽ ഉള്ളതാ, 91 പേജ് 1 വന്നതാ. ഇതു ചൊല്ലി സ്വപ്നമിൽ എന്നു കണ്ടാൽ നല്ലതാ, ഒരു സംശയം ഇല്ലാതെ ധനമെത്തുന്നതാ. നിധി കിട്ടണം എന്നുള്ളതും ഖൗലുള്ളതാ, അത് ഇബ്നു ഷാഹിൻ വ്യക്തമായി പറയുന്നതാ. മഹാനായ തവാ ഉസ്താദ് നമ്മെ പഠിപ്പിക്കുകയാണ്, ഇത് ചൊല്ലുന്നതായിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ഒരാൾ ചൊല്ലുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ, അല്ലെ, പല ആളുകളും പലതാണ് സ്വപ്നത്തിൽ കാണാറ്, നല്ല കാര്യങ്ങൾ കാണും. അപ്പൊ ഈ ദിക്ർ ചൊല്ലുന്ന ഒരാൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവന് സമ്പത്ത് ധാരാളം അവന്റെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിധി അവനിലേക്ക് വരാനും സാധ്യത ഉണ്ട്. അതിരാവിലെ സുബഹിക്കു ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ. ഇതു റബ്ബിനാണല്ലോ മയവും ചേരാത്തതാ, അല്ലാഹുവിന്റെ റസൂല് സ്വന്തം ചെയ്തതാ. അത് രാവിലെ ഈ ദിക്ർ ചെല്ലാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാ. അതുപോലെ വൈകുന്നേരത്തും ഈ ദിക്ർ ചെല്ലുന്നത് നല്ലതാണ്. ലൈസൻസ് എടുത്തിതു തിന്നലേറ്റം നല്ലതാ, ഉടനടി ഫലം എത്തുന്നതിനിതു ഗുന്നതാ. ഇത് വിസിമി മുഴുവൻ ചേർത്തു തിന്നൽ നല്ലതാ, അതിനിടയിലപ്പോൾ വാവ് ചേർത്തിരിക്കേണ്ടതാ. ലൈസൻസ് എടുത്ത് തിന്ന എന്ന് പറഞ്ഞാൽ മശായിഖന്മാരിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് അവരുടെ ഇജാസത്ത് പ്രകാരം സമ്മതത്തോടുകൂടെ ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടുമെന്നാണ്. അതോടുകൂടെ തന്നെ ബിസ്മി കൂട്ടിയിട്ട് ഈ ദിക്ർ ചൊല്ല, ബിസ്മി കൂട്ടിയിട്ട് ചെല്ല. ബിസ്മില്ലാ കാര്യങ്ങൾക്കും നല്ലതാണല്ലോ, അല്ലെ? അപ്പൊ ദിക്റിന്റെ മുമ്പ് ഈ ലാ ഹൗല വല ചെല്ലുന്നതിന്റെ മുമ്പ് ബിസ്മി ചെല്ല. ബിസ്മി ചെല്ലുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കൂടെ നമ്മൾ വാവ് കൂട്ടി കൊടുക്കണം. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെ വാവ് കൂട്ടിയിട്ട് വേണം ബിസ്മി കൂട്ടി ചെല്ലുമ്പോൾ ചെല്ലാനെന്നാണ്. മടിക്കാതെ തന്നിതു നിത്യവും കഴിക്കേണ്ടതാ, മൗത്തിന്റെ സമയം
മംഗളം പാടുന്നതാ. ഇത് ബാഖിയാത്തോ സ്വാലിഹാത്തിൽ പെട്ടതാ എന്നുള്ളതും ഇഹ്യായിലും വിവരിച്ചതാ. ഈ ദിക്ർ പതിവായി ചൊല്ലുന്ന ആളുകൾ അവർക്ക് അവരുടെ മരണത്തിന്റെ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് അവരോട് മർഹബ പാടും, മംഗളം പാടും, സന്തോഷം അറിയിക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. നിഅമത്ത് നീങ്ങാതെപ്പോഴും കാക്കുന്നതാ അൽ കഹ്ഫിലെ ലൗലാ മുതൽ നോക്കേണ്ടതാ. കണ്ണിനിരേറ്റം കൗതുകം നൽകുന്നതാ. ഖബറിൽ കടന്നാൽ കണ്ടു തന്നറിയേണ്ടതാ. ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നതാ. ഖൽബിന് സന്തോഷം സദാ പുതുക്കുന്നതാ. നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും സന്തോഷമുണ്ടാകും. എപ്പോഴും സന്തോഷം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. ആശ്വാസമെന്നത് സകലതും ഇതിലുള്ളതാ. അസ്ഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ. അതിനാൽ വിജയം കണ്ട സ്തുതി പാടുന്നതാ. ഇത് മുർസലീങ്ങളുടെണ്ണമിൽ ഖൈറുള്ളതാ. അമ്മന്ന സൈന്യം തോറ്റു കീഴടങ്ങുന്നതാ. മടിക്കാതെ തിന്നവനെപ്പോഴും രുചിയുള്ളതാ. രുചിക്കാതെ തിന്നവനും ഫലം ലഭിക്കുന്നതാ. ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ തീരാത്തതാ. കഴിയുന്നതും ഇത് തിന്നു ശീലിക്കേണ്ടതാ. അലയുന്ന നാളിൽ ഏറ്റവും വിലയുള്ളതാ. തിന്നാത്തവൻ വല്ലാഹി കൈ കടിക്കുന്നതാ. മീസാനിലെന്തൊരു ഭാരവും ഇതിനുള്ളതാ. അർശിന്റെ തണലിലിരുന്നവർ സുഖിക്കുന്നതാ. ഔദാര്യമുള്ള ഇലാഹിനിഷ്ടപ്പെട്ടതാ. അതിനുള്ള കൂലിലെ ബിച്ചു കൺകുളിർക്കുന്നതാ. ഹളീറത്തുൽ ഖുദ്സിൽ ക്ഷണിക്കുന്നതാ. അതിവേഗമിൽ പായുന്ന ഖൈലതിലുള്ളതാ. റിൽവാനവർക്കതിൽ സ്വാഗതം നൽകുന്നതാ. പൊന്നിന്റെ സീറ്റില് ഇരുത്തുവാനരുളുന്നതാ. മണിമേടയിൽ ഹൂറുൽ ഹിസാൻ വിളിക്കുന്നതാ. മധുരം തുളുമ്പും ഗാനമാലപിക്കുന്നതാ. ദോഷം പൊറുപ്പിക്കാനിതെന്തൊരു നല്ലതാ. ബഹറിന്റെ പദ പോലെങ്കിലും തുലയ്ക്കുന്നതാ. നീ വീട് വിട്ടിറങ്ങുമ്പോഴും ഓർക്കേണ്ടതാ. എന്ന ദിക്ർ മീസാനിൽ വലിയ ഭാരമുണ്ടാകും. അതുപോലെ തന്നെ അർശിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് സുഖിക്കും ഈ ദിക്ർ പതിവായി ചൊല്ലിയ ആളുകൾ. മാത്രമല്ല ഹളീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന മഹത്തായ സ്ഥലത്ത്, ഉന്നതമായ സ്ഥലത്തേക്ക് അവരെ ക്ഷണിക്കുകയും വളരെ സ്പീഡിൽ പോകുന്ന കുതിരകളുടെ മുകളിൽ അവരെ കയറ്റിക്കൊണ്ട് ആ ഹളീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന സ്വർഗത്തിലെ പ്രത്യേകമായ ഒരു ഇരിപ്പിടമാണ്, സ്ഥലമാണ്. അവിടേക്ക് അവരെ കൊണ്ടുപോകും. മഹാനായ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് സ്വാഗതം പാടും. പൊന്നിന്റെ സ്വർണത്തിന്റെ സീറ്റിൽ അല്ലാഹു അവരെ ഇരുത്തുകയും ചെയ്യും. മാത്രമല്ല ഹൂറുൽ ഈങ്ങളായ സ്ത്രീകൾ അവരുടെ മുമ്പിൽ വന്നുകൊണ്ട് മധുരം തുളും
തുളുമ്പുന്ന ഗാനം അവർക്ക് ആലപിച്ചു കൊടുക്കുകയും അവരെ സുഖിപ്പിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ പതിവായി ചെല്ലുന്ന ആളുകൾക്കാണ്. അതുപോലെ തന്നെ സമുദ്രത്തിലുള്ള പതകൾ, നുരകൾ, അതിന്റെ കണക്കെ നമുക്ക് ദോഷമുണ്ടെങ്കിലും ഈ ദിക്ർ ചെല്ലുന്ന ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. അതുപോലെ നീ വീട് വിട്ടിറങ്ങുമ്പോഴും ഓർക്കേണ്ടതാ ലാ ഹൗല ലേഹ്യം തിന്നു തന്നിറങ്ങേണ്ടതാ. ആപത്തുകളിൽ കാതനീ മടങ്ങുന്നതാ. ഇതുപോലെ തന്നെ മുജാഹിദും പറയുന്നതാ. വീട്ടിൽ നിന്ന് നാം ഇറങ്ങുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് നാം ഇറങ്ങിയാൽ നമ്മുടെ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഒരു അപകടവും ഉണ്ടാവുകയില്ല. ഇതിനാൽ മരിച്ചാൽ തീ തൊടാതിരിക്കുന്നതാ അബൂ സഈദ് ഖുദരിയും പറയുന്നതാ. ഖൈറും മിനദ്ദുൻയാ വമാ ഫീഹാ ഇദാ എന്നും അബൂ ഹുറൈറയിൽ നിന്നുള്ളതാ. യാ റബ്ബനാ നീ ഞങ്ങളിൽ കൃപ ചെയ്തുതാ. ലാ ഹൗല ലേഹ്യം തിന്നുവാൻ തൗഫീഖ് താ. ലേഹ്യങ്ങളിൽ വെച്ചേറ്റവും ഗ്രേഡുള്ളതാ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി തന്നതാ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹത്വങ്ങൾ ഈ ദിക്റിനുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കത് ധാരാളം ചെല്ലാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വീഡിയോ കേട്ടുകൊണ്ട് ആരൊക്കെ ചെല്ലുന്നോ, ആരിലേക്കെല്ലാം ഇത് എത്തിക്കുന്നോ അവർക്കൊക്കെയും അള്ളാഹു തആല ഈ ദിക്ർ ചെല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ആ ദിക്ർ പതിവായി ചെല്ലാനും അത് ചൊല്ലിക്കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനും കൂടെ ലാ ഹൗല വലാ എന്ന ദിക്ർ ചൊല്ലി മരിക്കാനൊക്കെയുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.